Watch India's largest kids library only on Jio Hotstar. Download the app now. ഹലോ രാഹുൽ, സുഖം തന്നെയല്ലേ? പരമസുഖം. നീ പറ, നിനക്കെന്താ വിശേഷം? എനിക്കെന്താ, സുഖവും സന്തോഷമായിരിക്കുന്നു. വരൂ, നമുക്ക് 4 പേർക്കും കൂടി കോൺട്രാക്ട് അങ്ങോട്ട് സൈൻ ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ ബിസിനസ്സിന് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അല്ല, ഈ ലൈറ്റ് എങ്ങനെ ഇവിടെ വരുന്നത്? ഇതെന്താണ്? എന്താണ് ഈ സംഭവിച്ചത്? പോലീസിനോട് തന്നെ ഫോൺ ചെയ്യട്ടെ. ഹലോ ലഡ്ഡു സിംഗ് സാറേ, എന്താ എന്താ നിങ്ങളീ പറഞ്ഞത്? ഹലോ ശിവ, ശിവ വേഗം വന്നേ. നോക്കിയേ, ആകാശത്തിൽ എന്തോ പറഞ്ഞു പോകുന്നത് കണ്ട. കുട്ടി, നിനക്ക് ഇവിടെ എന്താ കാര്യം? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ശിവ, ലോണിന്റെ ആൾക്കാരെ ഏതോ ഒരു കുട്ടി തല്ലിയത്രേ. ഒരു വെറും കൊച്ചുകുട്ടി. ഒരു കുഴപ്പമില്ല, ഞാൻ അവരെയും കണ്ടോളാം. ആദ്യം അവരെ കോൾ ചെയ്യ്. നമ്മൾ ആരെയാണ് പൊക്കിക്കൊണ്ട് വന്നതെന്ന് വെച്ചാ. എന്നിട്ട് പറ അവരോട് 50 കോടി വീതം ഈ നഗരത്തുനിന്ന് പുറത്തു പോകുന്ന വഴിയിൽ വെക്കാൻ. അല്ലെങ്കിൽ അവരെ എവിടുന്നെങ്കിലും എപ്പോഴെങ്കിലും നമ്മളെടുത്ത് വൾക്കാനയ്ക്ക് അകത്തേക്ക് ഇട്ടിരിക്കും. ശരി ബോസ്, ശരി. ഞാൻ ഇപ്പൊ തന്നെ കോൾ ചെയ്യാം. ഇപ്പൊ തന്നെ, ഉടനെ. ഹലോ. എന്താത്, കിഡ്നാപ്പറെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുകയാണല്ലോ. എന്താ ചെയ്യാ? ആ, ശിവനെ വിളിച്ച് കാര്യം പറയാം. ശിവ, ഒന്ന് വേഗം വന്ന. എന്തൊരു വീഴ്ചയാണ്. ശിവ വേഗം വന്നേ. ലോക്കപ്പിനകത്ത് സ്ഥലമില്ല. ലോക്കപ്പില് സ്ഥലമില്ലെന്നോ? എന്ന് വെച്ചാ? അതൊക്കെ വന്നതിന് ശേഷം പറയാം. വേഗം വന്നേ. ശിവ കണ്ടോ, ഇവന്മാരാരും ലോക്കപ്പിനകത്ത് പുറത്തേക്ക് വരുന്നില്ല. എന്താ സംഭവം അങ്കിൾ? ആ കൊള്ളക്കാരൻ ഞങ്ങളോട് കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെടുന്നത്. എനിക്കൊരു കോൾ വന്നു, നഗരത്തിന്റെ പുറത്ത് 10 കോടി രൂപയായിട്ട് എത്ര പെട്ടെന്ന് എത്താൻ, അല്ലെങ്കിൽ ഞങ്ങളെ പൊക്കുന്ന പറഞ്ഞത്. 50 കോടിയാ ചോദിച്ചാ. ഇനിയിപ്പോ 50 കോടി ഞങ്ങൾ എടുത്തു കൊടുത്താൽ ഞങ്ങളുടെ കയ്യിൽ എന്തോന്നുണ്ടാവും? ഞങ്ങൾ കൊടുക്കൂല, ഞാൻ കൊടുക്കൂലെന്ന്. ശരി ശരി, ഞാൻ അതിന്റെ ഉത്തരവാദിത്തം എടുത്തോളാന്നായി. ഓക്കെ, നിങ്ങൾ പൈസ റെഡിയാക്ക്. അവര് പൈസ എടുക്കാൻ വരുമല്ലോ, അപ്പൊ ഞാൻ അവരെ പിടിച്ചോളാം. എന്താ ശിവ? ശരിയാണ് അങ്കിൾ. ലഡു സിംഗ് സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ശരിയാ. എങ്കിൽ ലഡു സിംഗ് ഇതിന്റെ ഉത്തരവാദിത്തം എടുക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഈ പൈസ അങ്ങ് വെച്ചോളാം. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഉത്തരവാദി പുള്ളിക്കാരനായിരിക്കും. ഡോണ്ട് വറി, എന്നോടൊപ്പം ശിവ ഉണ്ടല്ലോ, ഒന്നും സംഭവിക്കില്ല. ഞാൻ ഉത്തരവാദിത്തം എടുത്തോളാം. ഓക്കെ, ഇവിടെ വെക്കാം. ഓക്കെ ലഡു സിംഗ് സർ, നിങ്ങൾ എന്റെ പുറകെ തന്നെ വരൂ. ഞാൻ മുന്നോട്ട് പോവാം.
അന്ന് ആ കുട്ടി ശിവയായിരുന്നു വന്നത് രക്ഷപ്പെടുത്താൻ. ഇന്ന് അവൻ നദിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുക. ഇവനാണ് ശംഭാർ സിംഗിനോട് ഏറ്റുമുട്ടാൻ വന്നത്. ആ കൊച്ചുകുട്ടിക്ക് ഇത്രയും ധൈര്യമോ? ആ കാശെടുത്തോളൂ. താനായിരുന്നു പണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഇനി തന്നെ കൊണ്ട് ഞങ്ങൾ ജീവിതകാലം മുഴുവൻ പണിയെടുപ്പിക്കും. ഞങ്ങളുടെ ഓരോ പൈസയും തിരിച്ചു കിട്ടുന്നവരെ വരെ. ആദ്യം എന്റെ വീട്ടിൽ വാ. ആദ്യം എന്റെ വീട്ടിലേക്ക് വാ. അല്ല, എന്റെ വീട്ടിൽ വാ. അല്ല, എന്റെ വീട്ടിലേക്ക്. ഒരു ദിവസത്തിന്റെ സമയം തരുന്നത്. ഒന്നിലും ഞങ്ങളുടെ പൈസ തിരിച്ചു കൊണ്ടെത്താ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളില് ജീവിതകാലം മുഴുവനും തൂക്കുകയും തുടക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. ഇത് വേഗം തുടയ്ക്കൊന്ന്. ഇനി പാത്രം കഴുകാൻ അവിടെ കിടപ്പുണ്ട്. ഒന്ന് നല്ലോണം തുടക്ക്. ഇതുവരെ തൂത്തു കഴിഞ്ഞില്ലേ? അവിടെ കിടക്കുന്ന പാത്രങ്ങൾ ആരെ കഴിവും? ഞാൻ കാശ് തന്നോളാം. എനിക്ക് അലക്കാനും കഴിയില്ല, മുറി വൃത്തിയാക്കാനും കഴിയില്ല. ശിവ വേഗം വന്നേ. അല്ല ലഡു സിംഗ് സർ, നിങ്ങളിത് എന്താണ് ചെയ്യുന്നത്? അതെ ശിവ, ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. അവന്മാര് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, കാശ് ഒരു ദിവസത്തിനകം തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ വീട് മുഴുവനും വൃത്തിയാക്കേണ്ടി വരുമെന്ന്. ഞാൻ എന്താ ചെയ്യാ? അയാൾ ഭയങ്കര കൗശലക്കാരനാണ് കേട്ടോ. അയാൾ എന്നെ പിടിച്ച് നദിയിലേക്കാണ് വലിച്ചെറിഞ്ഞത്. നമ്മൾ അതുപോലെ കൗശലം ഉപയോഗിച്ച വേണം അവനെ പിടിക്കാൻ. കൗശലത പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഗ്രാമമുഖ്യന്റെ വീട്ടിൽ എപ്പോഴും ഒരു കുറുക്കൻ വന്ന് കോഴിയെ മോഷ്ടിക്കുമായിരുന്നു. പക്ഷെ അതിനെ പിടിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് ഞാനാണ് ഒരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഒരു വലിയ പെട്ടി ഉണ്ടാക്കി അതിനകത്ത് ഒളിച്ചിരിക്കണോന്ന്. കുറുക്കൻ കോഴിയെ പിടിക്കാനായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ചാടി അതിനെ പിടിക്കണം. രാത്രി എല്ലാവരും കാത്തിരുന്നു. കുറുക്കൻ വന്നപ്പോ അതിനെ പിടിക്കുകയും ചെയ്തു. വാ ആദി വാ, നല്ലൊരു ഐഡിയ ആയിരുന്നു ഇത്. ഞാനിത് ചെയ്യും. ശരിയാ ആദി, എത്ര നല്ല ഐഡിയ ആയിരുന്നു അത്. യു ആർ വെരി ഇന്റലിജന്റ്. അത് പിന്നെ ഞാൻ കുഞ്ഞുനാൾ മുതൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്താ ഉപകാരമായത്? എന്താ പറ്റിയേ? വിശ്വംഭരന്റെ ഫോൺ ഉണ്ടായിരുന്നു. അവൻ പറയുകയാണ് ബാങ്കിലുള്ള ലോക്കർ എടുത്തിട്ട് നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴിയിൽ വെക്കണമെന്ന്, അല്ലെങ്കിൽ എന്നെ വോൾക്കാനയിൽ ഇടുമെന്ന് പറഞ്ഞു. പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയാം എന്താ ചെയ്യേണ്ടെന്ന്. ആ മോനെ ശംഭാർ സിംഗ്, ഇനി ബാങ്കിലെ എല്ലാ പൈസയും നിന്റെ. ശിവ എന്നാണ് എന്റെ പേര്. എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അടിക്ക്, പിടിക്കാവരെ. നല്ല തല്ലു വെച്ചു കൊടുക്കവന്. ഇനി നിന്നെ തൂക്കിയെടുത്തോണ്ട് ഒരു കറക്കി ഞാൻ കറക്കും. ഇനി കണ്ടോടാ കുട്ടി, ഇതോ അനുഭവിച്ചോ. ഓ, അപ്പൊ എനിക്ക് ലൈറ്റിൽ മൂവ് ചെയ്യാൻ സാധിക്കും. വേണ്ട, എന്റെ ലൈറ്റ്. കുട്ടി, നീ എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാൻ പറഞ്ഞതല്ലേ എന്നെ കൊട്ടിയെന്ന് വിളിക്കരുതെന്ന്. നിങ്ങൾക്കൊക്കെ ലൈറ്റ് എന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ലൈറ്റ് കാണുന്നുണ്ടോ? വേണ്ട വേണ്ട, ഒരുപാട് ലൈറ്റുകൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി വേണ്ട.
കണ്ടല്ലോ, പിടിച്ചില്ല തന്നെ. ഈ ലഡ്ഡു സിംഗിന്റെ മുന്നിൽ നിന്റെ പരിപ്പൊന്നും വേവില്ല കേട്ടാ. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. വന്നേ, എല്ലാവർക്കും ഒരുമിച്ച് ജയിലിലേക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാൻ വേണ്ടി ഞാനൊരു കളി വെച്ചിട്ടുണ്ട്. ആ കളി കളിച്ചാൽ ഈ മുട്ടയ്ക്കകത്തുള്ള ബൾബ് അപ്പൊ തന്നെ ഫ്യൂസ് ആയി പോകും. Watch India's largest kids library only on Geo Hotstar. Download the app now.